ഉമ്മറായി ദേവികാന്തൻ, ഷീലയായി ജിത്തു, സത്യനായി അനുരാഗ്. മറ്റു താരങ്ങൾ ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ അരുൺകുമാർ, പിന്നണിയിൽ ബിജു. സംവിധാനം രഞ്ജിശങ്കർ. ഇതാ നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹാശിസുകളോടുകൂടി ഞങ്ങൾ തുടങ്ങട്ടെ. അവളെ കാണാനാണ് ഞാൻ വന്നത്. ഞാൻ കണ്ടിട്ടേ പോകും. എന്നാണ് ഈ കൊണ്ടിട്ടേ പോകും. ഞങ്ങൾ നേരിയെ കണ്ട് പഠിച്ചോളാം. നിങ്ങൾക്ക് ആ ജാതിനെ ഒന്ന് സഹായിക്കരുത്. ഓണപ്പരീക്ഷയായിട്ടും ക്ലാസ്സിൽ പോലും കയറാതെ ഒറ്റയ്ക്ക് സമരം നടത്തുകയാണ് ആ പാവം മനുഷ്യൻ. ചന്ദ്രിക ടീച്ചർ ഉണ്ടോ? ചന്ദ്രിക ടീച്ചർ നീതി പാലിക്കുക. എന്റെ പുസ്തകങ്ങൾ മടക്കി തരിക. അതെന്താണ് പുസ്തകങ്ങൾ നിവർത്തി തന്നാൽ നീ വാങ്ങില്ല? കണ്ടില്ലേ, പാഠപുസ്തകത്തിനു വേണ്ടി സമരം ചെയ്യുന്ന ഈ നല്ല മനുഷ്യനെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? ആര് പറഞ്ഞു പാഠപുസ്തകത്തിന് വേണ്ടിയാണെന്ന്? പിന്നെ അല്ലാതെ ക്ലാസ്സിൽ വെച്ച് ഇവന്റെ കയ്യിൽ നിന്ന് പ്രിൻസിപ്പാൾ പിടിച്ചെടുത്ത അശ്ലീല പുസ്തകങ്ങളായ മുത്തച്ചുപ്പിക്കും ക്രൈംഫയറിന് വേണ്ടിയാണ് ഇവന്റെ ഒട്ടയാൾ പോരാട്ടം. അടുത്തിറക്കം മുട്ടിച്ചിപ്പിയും ചോദിച്ച് നീ ഹാസ്റ്റലിൽ വരുമല്ലോ, അപ്പൊ കാണിച്ചു തരണം. കേട്ടോടാ മിസ്റ്റർ ജോർജ്, നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി എന്റെ പുറകിൽ കണ്ടുപോകരുത്. പുറകിൽ നിന്ന് കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം മേരിയെ മുന്നിൽ നിന്ന് കാണുന്നതാണ്. ഈ മനുഷ്യന് നാണമില്ലേ? ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് അനന്തനം തന്നെ തിന്നി തേടി വന്നൊരു മാകടിക്കാറ്റ്. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് അനന്തനം തന്നെ തിന്നി തേടി വന്നൊരു മാകടിക്കാറ്റ്. എന്റെ മേരി, എന്റെ ജോർജ്, മേരിക്ക് ആകർഷിച്ചത് എന്താണെന്ന് എന്താണ് ജോർജ്? മേരിയുടെ ചകിരിനാൾ പോലത്തെ ഈ പിപ്പിരി മുടിയാണ് എന്നെ മേരിയിലേക്ക് ആകർഷിച്ചത്. കാറ്റത്ത് പാറിപ്പറക്കുന്ന ഈ കാർമുണ്ടൽ ശരിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകും. ചേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈ മുടി ചേട്ടൻ തന്നെ എടുത്തോളൂ. അങ്ങനെ ജാർജിന് കിട്ടി എന്നെ മുടി. ഞങ്ങൾ കാതലി കിട്ടി മുടി. അടിമുടി നോക്കി നിൽക്കാതെ വീട്ടിൽ പോടാം. അങ്ങനെ 10ാം തരത്തിലെ ജാർജിന്റെ പ്രണയം 1ാം തരമായി പൊളിഞ്ഞു. അവിടെ നിന്ന് പ്രീ ഡിഗ്രി പഠിക്കാനായി ജാർജ് കോളേജിലേക്ക് പോയി. കോളേജിൽ പോയ ജോർജ് വരുന്നത് കാത്ത് നമ്മളിരിക്കുകയാണ്.